നിങ്ങൾ എംബ്രോയ്ഡറി അതുപോലെ തന്നെ സ്വന്തം ഡ്രസ്സൊക്കെ സ്വന്തമായിട്ട് തന്നെ ഡിസൈൻ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയല്ലേ, മൊത്തം ഒന്ന് കാണണേ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ഉപകാരപ്രദമായിരിക്കും. പിന്നെ അതുപോലെ നിങ്ങൾ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റിൻ്റെ നമ്മുടെ വേറെ വീഡിയോസ് ചാനലിൽ കിടപ്പുണ്ട്, അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെ ഇത് എംബ്രോയ്ഡറി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഞാനിപ്പോൾ ഓരോ സ്റ്റിച്ചുകളും സെപ്പറേറ്റ് ആ സ്റ്റിച്ചുകൾ വെച്ചിട്ട് ഓരോ ഡിസൈൻസ് ചെയ്ത് നിങ്ങൾക്ക് ഡെമോ കാണിക്കുന്ന ഒരു ഷോർട്സ് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് ഇത്. ഓക്കെ, ഇപ്പോൾ ഈ സ്റ്റിച്ചുകളാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചുകളെല്ലാം ഞാൻ ഒരു ട്യൂട്ടോറിയലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് എല്ലാ ഷോർട്സിലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ഷോർട്സ് ഞാൻ മുമ്പേ ഇട്ടത് കാണാത്തവർ ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരു ട്യൂട്ടോറിയൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ എംബ്രോയ്ഡറി സ്റ്റിച്ചസ് ആണ് അതിൽ പഠിപ്പിക്കുന്നത്. ഇത് അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരുന്നതാണ്. ആ സ്റ്റിച്ചസ് ആണ് അതിൻ്റെ ആ വീഡിയോ ആണ് ഇമ്പോർട്ടൻറ്റ്. അത് ഞാൻ താഴെ പിൻ ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ ചാനലിൽ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് തന്നെ കാണും, പ്ലേലിസ്റ്റ് തന്നെ കാണും, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇതിപ്പോൾ ബാക്ക് സ്റ്റിച്ചിൻ്റെ ആണ് ഞാൻ കാണിക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് എങ്ങനെ ഈസി ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. അതായത് ബാക്ക് സ്റ്റിച്ചാണെങ്കിൽ ഏത് സ്റ്റിച്ചാണെങ്കിലും നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഇവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഇതിപ്പം ബാക്ക് സ്റ്റിച്ച് മാത്രം വെച്ചിട്ട് ഞാൻ ഒരു ഫ്ലവറിൻ്റെ ചെയ്തേക്കുന്നത്. കുഞ്ഞതായിട്ട് ചെയ്യുന്നത് കൊണ്ട് നീറ്റായിട്ട് കിട്ടുന്നതിൽ കുറച്ച് പാടുണ്ട്. പിന്നെ പോരാത്തതിന് ഞാൻ വീഡിയോ എടുത്തിട്ടും കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ഒരു ഡെമോ കാണിക്കുന്നതേ ഉള്ളൂ. ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ചുകളെല്ലാം പഠിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. ഇപ്പോൾ സ്റ്റിച്ചുകളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും അത് പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ചാനലിൽ. ഇപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. അതായത് ബാക്ക് സ്റ്റിച്ച് അറിയായിരിക്കും. ഇതുപോലെ നമ്മൾ സാധാ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ബാക്കിലേക്ക് കുത്തി കൊടുത്താൽ ഫുൾ ഒരു ഫിനിഷിങ് കിട്ടും. റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു ഷോർട്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. ഇത് വെച്ചിട്ട് ഞാൻ ഒരു ബാക്ക് സ്റ്റിച്ച് മാത്രം വെച്ചിട്ടാണ് ഈ ഫ്ലവർ ചെയ്തെടുത്തേക്കുന്നത്. എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മറ്റേ വീഡിയോ കാണാനും മറക്കരുത്. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.